ചെയ്ത് വെച്ച സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ കൂട്ടുകാർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ. ഇതിലെ ട്രെയിലറിലെ കഥാപാത്രം കണ്ട് ഇച്ചിരൂടെ സിവിയർ ആയിട്ടുള്ള കഥാപാത്രം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് കൂടെ ഒരു കുട്ടിയൊക്കെ അത് നാല് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറായിട്ട് ചെയ്യണം, ആ കുട്ടിയെ നോക്കണം, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ? ആക്ച്വലി സാധാരണ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ടെക്നീഷ്യൻസ് എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്, നീ കുറച്ചും കൂടി ക്യാമറ നോക്കി ചെയ്യും, നീ എഡിറ്റർ അല്ലേ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസോ എത്തിയിട്ടില്ല. പക്ഷെ ഈ സിനിമ അത് ബ്രേക്ക് ആയ ഒരു സിനിമയാണ്. കാരണം ഇത് കുറച്ചും കൂടി റോഡ് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം, കാറിൽ ക്യാമറ വെക്കുകയാണ്. കുഞ്ഞ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. അതിപ്പോൾ റോഡാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അവരുടെ ഒരു 10 മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ആ ട്രസ്റ്റാണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പ്രത്യേകിച്ചും കുട്ടികളൊന്നും എടുത്തൊട്ടും എനിക്കൊന്നും ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ അത്രയും നമ്മൾ പൊന്നിപ്പൊരുതിയാണ് കൊണ്ടുനടന്നിരുന്നത്, എല്ലാ സമയത്തും ടേക്ക് കെയർ ചെയ്ത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രഷറും ആ സമയത്ത് ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുകയും ഇത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് ഓൾസോ ബാക്കിയുള്ള എല്ലാം എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ കോമഡി ആണെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് ചെയ്ത് എവിടേക്കോ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ക്യാരക്ടർ വൈസും വേറൊരു പരിപാടി ചെയ്യുന്നു. അപ്പൊ എനിക്കാൻ കൂടി പ്രഷറായിരുന്നു. പ്രഗ്നന്റ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജൊക്കെ എന്തൊരു പ്രഷറിലാണ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ആക്ട്രസ് എന്ന ലെവലിൽ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒരു റിയൽ കുഞ്ഞിനെ അത്ര ഇത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കാര്യമല്ല, ഒരു ചെറിയ പ്രോസസ്സും അല്ല. എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? സംഗീത് പറഞ്ഞ പോലെ തന്നെ ഞാനും അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയ കുഞ്ഞാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിനെ അങ്ങനെ എടുത്ത് വലിയ ശീലമില്ല. പക്ഷേ ഈ സിനിമയിലെ കുറേ സീൻസിൽ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടാവണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പേടിയുണ്ടായിരുന്നു. നമ്മൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ടേക്കിന് നിൽക്കുന്നതിന് മുന്നേ കുഞ്ഞ് കരയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ടേക്കിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ ചെയ്യാൻ പറ്റി. ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പൈസയ്ക്ക് വേണ്ടി കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സാറിൻ്റെ കൂടെ പോയിട്ട് തന്നെ 6-7 വർഷമായി. ഇന്നുവരെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ കൊടുത്തത് സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. അപ്പം വൈഫ് തന്നെയാണ് എന്നെ അത് കാണിക്കുമ്പം ഞാനത് പണയം വെച്ചു, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നു ഞാനൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് കാണുമ്പോൾ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാത്ത വിഷമമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക, ഇത് ലൈഫാണ്. താങ്ക് യു സോ മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.